ബോബി അച്ഛന്റെ കൂട്ട് എന്ന പുസ്തകത്തിലെ ചെങ്ങാതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇന്ന് വായിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ ചെങ്ങാതികൾക്കുള്ള പങ്കിനെക്കുറിച്ച് വളരെയേറെ ബോധവാനായിരുന്നു കൺഫ്യൂഷ്യസ്. നല്ല ചെങ്ങാതിക്കൂട്ടത്തെ അയാൾ മൂന്നായി തരംതിരിച്ചു. ഒന്ന്, നേരേവാ നേരേപോ ചെങ്ങാതി. ഋജുവാണ് അവരുടെ വ്യാപാരം. മറകളകൾ ഇല്ലാതെ നിൽക്കാൻ കെൽപ്പുള്ളവർ. വ്യർത്ഥസ്തുതികളും പുകഴ്ത്തലും അവരുടെ നിഘണ്ടുവിലേയില്ല. നിങ്ങൾ നഷ്ടധൈര്യരാകുമ്പോൾ ധൈര്യവും പതറുമ്പോൾ വ്യക്തതയും തരുന്നവർ. രണ്ടാമത്തേത് അതീവ വിശ്വസ്തരായ ഒരു ചെങ്ങാതിക്കൂട്ടമാണ്. അവരുടെ ഇടയിൽ നാം സദാ സുരക്ഷിതരാണ്. അവർ നമ്മളുടെ നിലനിൽപ്പിനെ കുറെ കൂടി ശാന്തമാക്കും. മൂന്നാമത്തേത് ജ്ഞാനികളാണ്. അവർ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. BC 200 പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓർമ്മിക്കണം. അറിവിലേക്ക് ഒരാൾക്കന്ന് അധികം വഴികളൊന്നുമില്ലായിരുന്നു. ചീത്ത ചെങ്ങാതിമാരും 3 തരം. മുഖസ്ഥിതിക്കാരാണ് ആദ്യത്തേത്. നിങ്ങൾ ഏർപ്പെടുന്ന ഓരോ കാര്യവും വലിയ സംഭവമാണ് അവർക്ക്. ഒന്നിനോടും അരുതെന്ന് പറയാൻ ബലമില്ലാത്തവർ. വൈകാതെ നിങ്ങളെ അവർ മൂഢസ്വർഗത്തിൽ എത്തിച്ചുകൊള്ളും. ആദ്യമേ പറഞ്ഞ നേരേവാ നേരേപോ ചെങ്ങാതിയുടെ വിപരീതമാണ് അവർ. ഒരുതരം സ്ലോ പോയിസണിങ്. രണ്ടാമത്തേത് അപകടം പിടിച്ച ഭംഗിയായി നടക്കുന്ന ഒരു തരം ചെങ്ങാതിമാരാണ്. നന്മയുടെ മുഖപടത്തിനുമില്ല അവർ സദാ പല്ലുകടിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ അസാന്നിധ്യത്തിൽ അവർ പറഞ്ഞു വരുത്തുന്ന അപഖ്യാതികൾക്ക് കൈയും കണക്കുമില്ല. ഇവരെയാണ് ചതിയർ എന്ന മട്ടിൽ കാലം അടയാളപ്പെടുത്താൻ പോകുന്നത്. മൂന്നാമത്തേത് നിരന്തരം സംസാരിക്കുന്നവർ, ഫാസ്റ്റ് ടോക്കേഴ്സ്. അവർക്കറിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അവരുടെ വാക്ചാതുര്യത്തിൽ പെട്ടുപോവുകയേ നിങ്ങൾക്ക് തരമുള്ളൂ. അകത്തൊന്നും ഇല്ലാത്തതുമൂലം അവർ വെറുതെ ചിലമ്പുകയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും കാലം കുറെ മുൻപോട്ട് പോയിട്ടുണ്ടാകും.